റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പടാക്കുളം ജംഗ്ഷൻ സർവീസ് റോഡിൽ തെന്നി വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. റോഡ് നിർമ്മാണ കരാർ കമ്പനി ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ റോഡിൽ ഓയിൽ ഒഴിച്ചതിനെ തുടർന്നാണ് അപകടം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളൊരുക്കുന്ന ഉത്രാളിപ്പൂരത്തിനായി നാടൊരുങ്ങി. 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളുടെ ചമയ പ്രദർശനം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എങ്കക്കാട് വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് 11-ന് ആരംഭിക്കും. കുനിശ്ശേരി അനിയന്മാരാർ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കും. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ പ്രാമാണികത്വം വഹിക്കും. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും. വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 12-ന് കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. എഴുന്നള്ളിപ്പിന് സായുധ പോലീസ് അകമ്പടിയാകും. പഞ്ചവാദ്യത്തിന് തിരുവില്ലോമല ഹരി പ്രാമാണികത്വം വഹിക്കും. കൊമ്പൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റും. പൂരത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ ചതി. റോഡിൽ ഓയിൽ ഒഴിച്ചതിനെ തുടർന്ന് വഴുതി വീണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേറ്റു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാക്കുളം ജംഗ്ഷൻ പരിസരത്ത് സർവീസ് റോഡിലാണ് കരാർ കമ്പനിയായ ശിവാലയുടെ ജീവനക്കാർ ഓയിൽ ഒഴിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു പ്രവൃത്തി. ഇതുവഴി വന്ന നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് റോഡിൽ വഴുതി വീണ് പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് റോഡടച്ചു. അപകട സാധ്യത ഒഴിവാക്കണമെന്നും അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ദേശീയപാതയിലുണ്ടായ അപകട പരമ്പരയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. പടാക്കുളം ജംഗ്ഷൻ പരിസരത്തെ സർവീസ് റോഡിൽ ദേശീയപാത കരാർ കമ്പനിയുടെ അശ്രദ്ധ മൂലമാണ് അപകടങ്ങളുണ്ടായത്. അപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായും ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ കരാർ കമ്പനി സമ്മതിച്ചായും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണി കൊടിയേറ്റത്തിന് ആയിരക്കണക്കിന് ഭക്തർ സാക്ഷിയായി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. കാവിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വടക്കേ നടയിലൂടെ ക്ഷേത്രാങ്കണത്തിലെത്തി. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് അവകാശിയായ ആനന്ദനെത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിന്നു. അപ്പുകുട്ടനും അനന്തരാവകാശി ശിവകുമാറും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. അതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു. ഭരണിനാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റായി RL ശ്രീലാലിനെയും വൈസ് പ്രസിഡന്റായി PK വത്സലിനെയും തെരഞ്ഞെടുത്തു. DYFI ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീലാൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി അംഗമായിരുന്നു. PK വത്സലൻ എതിരില്ലാതെയാണ് നിക്ഷേപ സംവരണ സീറ്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പാനൽ സമ്പൂർണ്ണ വിജയം നേടിയിരുന്നു. പെരുമ്പിലാവിൽ യുവതിക്കും സുഹൃത്തുക്കൾക്കും നേരെ അശ്ലീല പ്രദർശനം നടത്തുകയും അസഭ്യം പറയുകയും ചെയ്ത 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മൂക്കുതല സ്വദേശികളായ ചട്ടിക്കൽ വീട്ടിൽ പ്രകാശൻ, കൊണ്ടാകവളപ്പിൽ വീട്ടിൽ വിവേക് എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ച രാത്രി പെരുമ്പിലാവിലെ സ്വകാര്യ ഹോട്ടലിന് മുൻപിലായിരുന്നു സംഭവം. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വനഭൂമിയിൽ നിലനിൽക്കുന്ന കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിയുടെ കുരിശടിയിലെ മെറ്റൽ വനപാലകർ നീക്കം ചെയ്തു.
വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയ മെറ്റൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ പ്രതിഷേധമുയർത്തി. 50 വർഷം മുൻപ് പൂർവികർ കുരിശ് സ്ഥാപിച്ച സ്ഥലത്താണ് പ്രാർത്ഥന നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മുൻ പള്ളി വികാരിയുടെ പേരിലുള്ള 88 സെന്റ് സ്ഥലത്തിന് പട്ടയത്തിനായി നൽകിയ അപേക്ഷ സർക്കാരിന്റെ പക്കലുണ്ടെന്നും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയതാണെന്നുമാണ് വിശ്വാസികളുടെ വാദം. പ്രതിഷേധം ശക്തമായതോടെ ചാലക്കുടി ഡിവൈഎസ്പിയും ഡിഎഫ്ഒയും ഇടപെട്ട് മെറ്റൽ നീക്കം നിർത്തിവെച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. വേലൂർ മണിമലർക്കാവ് കുതിരവേലയിലെ ഭരണിവേല വർണ്ണാഭമായി. വേലയിൽ 15 കുതിരകളാണ് കാവ് കീഴടക്കിയത്. അശ്വതി വേലയിലെത്തിയ കുതിരകളെ പുണ്യാഹം ചെയ്ത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് എഴുന്നള്ളിച്ചതോടെയാണ് ഭരണിവേലയ്ക്ക് തുടക്കമായത്. അനുഷ്ഠാന കലാരൂപങ്ങളായ തിറ, പൂതൻ, കാളകളി എന്നിവ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് സമാപിച്ചു. അരിത്താലത്തിന് തിരുകൊളിച്ചതിനെ തുടർന്ന് അരിപ്പറ മേളം ആരംഭിച്ചു. കുതിരവേലയുടെ 3ാം ദിനമായ കാർത്തിക വേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടി എഴുന്നള്ളത്ത് നടക്കും. കാട്ടകാമ്പലിൽ പള്ളിപ്പെരുന്നാളിനിടെ വീട്ടുമുറ്റത്ത് വളർത്തിയിരുന്ന വിദേശയിനം പപ്പായ മരം വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ ആനപ്പാപ്പാനെതിരെ പോലീസ് കേസെടുത്തു. ഹരിപ്പാട് അപ്പു എന്ന ആനയുടെ പാപ്പാനായ കൊല്ലം സ്വദേശി സുബിനെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. കാട്ടകാമ്പൽ പുല്ലാനിപ്പറമ്പിൽ അബൂബക്കറിന്റെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ നവംബർ 3 പുലർച്ചെയായിരുന്നു സംഭവം. പറമ്പിലുണ്ടായിരുന്ന 10,000 രൂപയോളം വിലമതിക്കുന്ന തായ്ലൻഡ് റെഡ് ഇനത്തിൽപ്പെട്ട പപ്പായ മരം വെട്ടിനശിപ്പിച്ചുവെന്നാണ് കേസ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. പെരിഞ്ഞനത്ത് കൗതുക കാഴ്ചയായി കൃത്രിമ ആന. പെരിഞ്ഞനം സ്വദേശി മധുവാണ് 8.5 അടി ഉയരമുള്ള ആനയെ നിർമ്മിച്ചത്. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ഒരു ആനയുണ്ട്. കളവിച്ചിറാട്ടിൽ ദേവിദാസൻ. 8.5 അടി പൊക്കവും 10 അടി നീളമുള്ള ദേവിദാസന്റെ അടുത്ത് ധൈര്യത്തോടെ ആർക്കും ചെല്ലാം. നെറ്റിപ്പട്ടം കെട്ടി തുമ്പിക്കൈയും ചെവിയും ആട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ സെൽഫിയും എടുക്കാം. പെരിഞ്ഞനം സ്വദേശി കളവിച്ചിറാട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ച് 1 വർഷത്തോളം എടുത്താണ് മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. 4.5 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. 4 ചക്രത്തിലുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതുണ്ടാക്കാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. ഒരു കൊല്ലം 28 ദിവസം പിടിച്ചു. ഈ മെറ്റീരിയൽ സ്റ്റൈലൻ സ്റ്റീലാണ്. സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, അതുപോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, വെൽഡിങ്, ഇതിനും 3നും വേറെ ആൾക്കാരെ ഹെൽപ്പ് മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഈ അമ്പലത്തിലാണ്. നമ്മുടെ തട്ടകാണ് ശ്രീ പള്ളി ഭഗവതി
ദേവിഡിന്. അതുകൊണ്ട് തന്നെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ദേവിദാസൻ എന്നാണ്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായിട്ടുണ്ടായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. TCV ന്യൂസ്, കയ്പമംഗലം. പാരസെറ്റമോൾ ഗുളിക അമിതമായി കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. പഴയന്നൂർ നീളം പള്ളിയാൽ വീട്ടിൽ രാജന്റെ മകൾ 21 വയസ്സുള്ള അയന രാജനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ 17-ാം തീയതിയാണ് ഗുളിക കഴിച്ചത്. പഴയന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ക്ഷാമബത്ത കുടിശ്ശിക സംബന്ധിച്ച ഉത്തരവിലും സർക്കാർ പെൻഷൻകാരെ വഞ്ചിച്ചുവെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MC പോളച്ചൻ അധ്യക്ഷത വഹിച്ചു. PS സുന്ദരൻ, പ്രൊഫസർ VA വർഗീസ്, AG നാരായണൻ, ഡോക്ടർ ND ഈനാശു തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമർപ്പണ സംഗമം നടത്തി. ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ചെറുകുന്നത്തുമന വിഷ്ണുനാരായണൻ നമ്പൂതിരി, ദേവസ്വം ഓഫീസർ PU നന്ദനൻ, ഉപദേശക സമിതി സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ഈ മാസം 28-ന് ആഘോഷിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് പൂയ മഹോത്സവത്തിന് കൊടിയേറും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി കൊടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ച പ്രതിഷ്ഠാദിന ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര, മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതിക്കോവിൽ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുത്ത് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെയും വൈകിട്ടുമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്രനടയിൽ എത്തിച്ചേരും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുലി എന്നിവർ പങ്കെടുത്തു. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹോത്സവം ഈ മാസം 25 മുതൽ മാർച്ച് 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച രാത്രി കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവ ചടങ്ങുകൾ മാർച്ച് 2-ന് മാങ്കുറ്റിപ്പാടം കടവിൽ ആറാട്ടോടെ സമാപിക്കും. മാർച്ച് 7-ന് നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിൽ 13 ഗജവീരന്മാർ അണിനിരക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി സുധീഷ് തുമ്പരത്തി, ഖജാൻജി കൃഷ്ണപ്രസാദ്, ഉല്ലാസൻ ശൂനിപ്പറമ്പിൽ, മഹേഷ് മണലായി എന്നിവർ പങ്കെടുത്തു. തളിക്കുളം കൈതക്കൽ SNK LP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങൾക്ക് മോടികൂട്ടാൻ ആക്രിക്കൂട്ടമെത്തി. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിത്രകലാ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ആക്രിക്കൂട്ടം. കോവിഡ് കാലത്തെ ഒറ്റപ്പെടലിൽ തിരുവനന്തപുരത്തെ ആദിത്യയും അനുവും കുപ്പികൾ പെറുക്കിയെടുത്ത് ചിത്രങ്ങൾ വരച്ച് തുടങ്ങിയെടുത്ത് വളർന്നതാണ് ഈ കൂട്ടായ്മ. 4 വയസ്സുള്ള കുട്ടി മുതൽ 74-കാരൻ വരെ ഈ കൂട്ടായ്മയിലുണ്ട്. കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി സ്കൂൾ ചുവരുകളിൽ വർണ്ണചിത്രങ്ങൾ വരച്ചിടുകയാണിവർ. 20 പേരടങ്ങിയ സംഘങ്ങളായാണ് ഇവർ എത്തുക. 20-ാമത്തെ ക്യാമ്പായിരുന്നു SNK LP സ്കൂളിലേത്. 2 ദിവസങ്ങൾ കൊണ്ട് 100ഓളം ചിത്രങ്ങളാണ് ഇവർ വരച്ചു തീർത്തത്. റംസാൻ ആരംഭിച്ചതോടെ പഴവർഗ്ഗ വിപണി സജീവമായി. പഴവർഗ്ഗങ്ങളുടെ വിലയിലും വർധനവുണ്ട്. നോമ്പുതുറയ്ക്കുള്ള പ്രധാന ഇനമാണ് പഴവർഗ്ഗങ്ങൾ. തണ്ണിമത്തൻ, ആപ്പിൾ, മുന്തിരി, ഷമാം, ഓറഞ്ച്, മാങ്ങ, അനാർ, പപ്പായ, പേരയ്ക്ക തുടങ്ങിയവയാണ് മുഖ്യ ഇനങ്ങൾ. കൂടാതെ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, പ്ലം എന്നിവയും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വില അല്പം കൂടുതലാണ്. പഴവർഗ്ഗ കച്ചവടക്കാരുടെ എണ്ണവും കൂടി. എന്നാൽ കഴിഞ്ഞ നോമ്പ് സീസണിലെ കച്ചവടം ഇപ്പോഴില്ലെന്ന് ചാവക്കാട് മാർക്കറ്റിൽ 40 വർഷമായി വ്യാപാരം നടത്തുന്ന മുഹമ്മദ് പറയുന്നു. നോമ്പിന് പ്രത്യേകിച്ച് ഒരു സാധനത്തിന് വില ഒന്നും കൂടിയില്ല. സീസണില് വരുമ്പോ കുറവ് വരുന്ന സാധനങ്ങൾക്ക് വല്ല ചില്ലറ കൂടുതൽ വരുന്നു. കഴിഞ്ഞ സീസണിലെ കച്ചവടം ഇല്ല ഇപ്പോ. കാരണം ഒത്തിരി മന്ദഗതി ഉണ്ട് കച്ചവടം. ഒരു 2 ദിവസം നോമ്പിന്റെ തലേദിവസത്തെ 2-3 ദിവസം നല്ല തിരക്ക് പിടിച്ച കച്ചവടമായിരുന്നു. അതിനുശേഷം ഇത്തിരി കച്ചവടങ്ങൾ കുറവുണ്ട്. സീസൺ കഴിഞ്ഞതോടെ ആപ്പിൾ അമേരിക്ക, ന്യൂസിലൻഡ്, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ചൈനീസ് ആപ്പിളായ ഫ്യൂജി ഇപ്പോൾ ഇറക്കുമതിയില്ല. അതിനാൽ കിലോയ്ക്ക് 220 രൂപ മുതൽ മുകളിലേക്കാണ് ആപ്പിളിന്റെ വില. തണ്ണിമത്തൻ 20 മുതൽ 35 രൂപ വരെ നിരക്കിൽ ലഭിക്കും. മുന്തിരി 120 രൂപ മുതലാണ് വില. TCV ന്യൂസ്, ചാവക്കാട്. അമ്മയുടെ മരണാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് സൗഹാർദ്ദത്തിന്റെ നോമ്പുതുറ ഒരുക്കി മക്കൾ. എടവിലങ്ങിൽ നിന്നാണ് ഈ പുതിയ കേരള സ്റ്റോറി. എടവിലങ്ങുകാർക്ക് ഏറെക്കാലം ഭക്ഷണം വിളമ്പി നൽകിയ നടുമുറി പരേതനായ ചന്ദ്രന്റെ ഭാര്യ തങ്ക കഴിഞ്ഞ 10-നാണ് മരണമടഞ്ഞത്. തങ്കയുടെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകിയിരുന്നു. അമ്മയുടെ അടിയന്തര ദിവസം പതിവ് ചടങ്ങുകൾക്ക് പുറമെ നോമ്പുതുറ ഒരുക്കുകയായിരുന്നു മക്കളായ പ്രശാന്തും പ്രജീഷ് കുമാറും. പുതിയ കേരള സ്റ്റോറി ഇറങ്ങിയ ഒരു കാലഘട്ടമാണിത്.
ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെതിരെ ഇല്ലാക്കഥ പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പരസ്പരം സഹകരണത്തോടെ ജീവിക്കുന്നു എന്ന സന്ദേശം അമ്മ നിരന്തരം കൊണ്ടു നടന്നിരുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് അമ്മ ഊണ് വിളമ്പിയിരുന്നത്. അത് തുടർന്നും കൊണ്ടുപോകണമെങ്കിൽ അമ്മയുടെ ആഗ്രഹം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരത്തോടൊപ്പം നോമ്പുതുറ നടത്തുന്നത്. സൗഹൃദത്തിന്റെ ഈന്തപ്പഴ മധുരം നുണഞ്ഞ് നൂറുകണക്കിന് വിശ്വാസികൾ നോമ്പ് തുറന്നു. കയ്പമംഗലം MLA E.T. ടൈസൺ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ നോമ്പുതുറയിൽ പങ്കെടുത്തു. അപരവിദ്വേഷത്തിന് ബദൽ ചേർത്തുപിടിക്കലാണെന്ന് പറഞ്ഞു തന്ന നോമ്പുതുറ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി മാറി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃക്കൂർ പഞ്ചായത്ത് ഹരിതസേന ഇക്കോസെൻസ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ മാലിന്യ പരിപാലന മനോഭാവവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിയ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VK സൈദലവി അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ OU ബഷീർ, അബ്ദുൽ കരീം, അബ്ദുൾ ജബ്ബാർ, പ്രസാദ്, ബീന രവി, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ കബീർ, ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. നവതിയുടെ നിറവിൽ നിൽക്കുന്ന മുതിർന്ന നേതാവ് PR കറപ്പനെ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ വീട്ടിലെത്തി സന്ദർശിച്ചു. കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VK ജ്യോതി പ്രകാശ്, KR സീത, TS മധുസൂദനൻ, MR ദിനേശൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് മേൽശാന്തി അനൂപ് എംബ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആചാരപ്രകാരം ഊരാളൻ നടക്കൽപ്പറ സമർപ്പിച്ചതിനു ശേഷം ഭക്തരുടെ പറയെടുപ്പ് നടന്നു. കീഴ്ക്കാവിൽ അശ്വതി വേല നടന്നു. മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ എഴുന്നള്ളിച്ചു. വിവിധ ദേശക്കുതിരകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1 ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീജ അജയനെ ചിറ്റഞ്ഞൂർ 36-ാം വാർഡ് കുടുംബശ്രീ ADS ഭരണസമിതി ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ PV രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസീന ഷൈജിത്ത്, ജിഷ ബിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷിച്ചു. മനു സ്വാമിഭടം വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തുടർന്ന് 15ഓളം ദേശകമ്മിറ്റികളിൽ നിന്നായി 18ഓളം ഗജവീരന്മാർ അടങ്ങിയ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നതോടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തി. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അരുൺ കുമാർ എംബ്രാതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ട്രസ്റ്റി കല്ലട്ടുകുഴിയിൽ കുഞ്ഞുണ്ണി, ടി സുരേഷ് കുമാർ, CN സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കരിവന്തല ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി കണ്ണനും വേമ്പനാട്ട് അർജുനനും ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രനും മേളത്തിന് പെരുവനം സതീശന്മാരാരും പെരുവനം ശങ്കരനാരായണന്മാരാരും നേതൃത്വം നൽകി. ദീപാരാധനയ്ക്ക് ശേഷം കേളി, ഇരട്ടത്തായമ്പക എന്നിവ നടന്നു. ചൊവ്വാഴ്ച താഴത്തേക്കാവ് വേല ആഘോഷിക്കും. പതിനെട്ടരക്കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും കാഴ്ച ശീവേലിയും നടന്നു. നന്ദിക്കര മുല്ലക്കൽ പറയന്റെ പന്തൽ വരവ് ഭക്തിസാന്ദ്രമായി. തുടർന്ന് വിവിധ സമുദായക്കാരുടെ വേലകളി വരവും നടന്നു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ കേന്ദ്രം സ്ഥാപകൻ പ്രൊഫസർ PT കുര്യാക്കോസിന്റെ 53-ാം ചരമവാർഷിക ദിനം പാവറട്ടിയിൽ ആചരിച്ചു. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, PT കുര്യാക്കോസ് സ്മൃതിഭവൻ അധ്യക്ഷൻ പ്രൊഫസർ K വിശ്വനാഥൻ, വിദ്യാപീഠ സംരക്ഷണ സമിതി പ്രസിഡന്റ് തോമസ് പാവറട്ടി, മേജർ PJ സ്റ്റൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്മൃതിഭവൻ അധ്യക്ഷൻ ഡോക്ടർ K വിശ്വനാഥൻ, ഡോക്ടർ ലതാ മഹേഷ്, കുര്യൻ പുലിക്കോട്ടിൽ, ഡോക്ടർ ഗണേഷ് കൃഷ്ണഭട്ട് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പാലുവായി കോതകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വർഷങ്ങളായി തുടർന്നു പോരുന്ന കുടകുത്തൽ ചടങ്ങ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു. മധു കൊണ്ടുവരൽ, വടക്കുംവാതിൽക്കൽ ഗുരുതി എന്നിവയ്ക്ക് ഭഗവതിയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ചൊവ്വാഴ്ച നടക്കുന്ന കാർത്തിക വേലയോടെ ഉത്സവ പരിപാടികൾ സമാപിക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,790 രൂപ, പവന് 1,18,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പടാക്കുളം ജംഗ്ഷൻ സർവീസ് റോഡിൽ തെന്നി വീണ് ഇരുചക്രവാഹന യാത്രികർക്ക് പരിക്ക്. റോഡ് നിർമ്മാണ കരാർ കമ്പനി ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ റോഡിൽ ഓയിൽ ഒഴിച്ചതിനെ തുടർന്നാണ് അപകടം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.